ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയത്തിന്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവഹിതത്തോളം അഴകോടെ ജീവിച്ച പരിശുദ്ധ കന്യകാമറിയത്തെയാണ് ധ്യാനിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുക. ദൈവഹിതത്തോളം അഴകോടെ ജീവിച്ച പരിശുദ്ധ അമ്മ ജോവാക്യം അന്ന ദമ്പതികളുടെ വാർദ്ധക്യത്തിലും അവർക്കൊരു കുഞ്ഞ് ജനിക്കാതിരിക്കുമ്പോൾ കണ്ട ജനങ്ങളെല്ലാം പറയുന്നുണ്ട്, ദൈവം തള്ളിക്കളഞ്ഞ കുടുംബം. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജനനത്തിലൂടെ ലോകത്തിനു മുമ്പിൽ വെളിവാക്കപ്പെടുന്ന ഒരു വലിയ സത്യമുണ്ട്. ദൈവം തള്ളിക്കളഞ്ഞ കുടുംബമല്ല, ദൈവം തെരഞ്ഞെടുത്ത കുടുംബം. ദൈവം വെട്ടിക്കളഞ്ഞ കൊമ്പല്ല, മറിച്ച് ദൈവം വെട്ടിയൊരുക്കിയ ശിഖരമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഓരോ ശൈശവവും ശ്രദ്ധയോടെ ജീവിക്കേണ്ടതാണെന്നുള്ള വലിയ വസ്തുത പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ബാല്യകാലമൊക്കെയും ദേവാലയത്തിലും ദൈവിക ശുശ്രൂഷകളിലും ദൈവിക കാര്യങ്ങളിലുമായിട്ട് മാത്രം വ്യാപൃതയായിരിക്കുന്ന പരിശുദ്ധ അമ്മ ഉത്ഭവ പാപരഹിതയായി ജീവിച്ചിട്ട് കർമ്മപാപരഹിതയായി വളരുവാൻ സാധിക്കുന്ന വലിയ കൃപയുടെ വിളനിലം. പ്രിയപ്പെട്ടവരെ, ഓരോ ബാല്യങ്ങളും ഓരോ ശൈശവങ്ങളും കർത്താവിനോട് ചേർന്ന് വിശുദ്ധിയോടെ ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാവർപിതാവ് പറയുന്നത്, മാതാപിതാക്കളെ, മക്കൾ നിങ്ങളുടെ കരങ്ങളിൽ സൂക്ഷ്മത്തിന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിധികളാണ്. മാതാപിതാക്കളുടെ കരങ്ങളിലേക്ക് ദൈവം സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന നിധികളാണ് മക്കൾ. അവരെ ശ്രദ്ധാപൂർവം ജീവിതത്തിലൂടെ കരുപ്പിടിപ്പിച്ചു കൊണ്ടുവരാനുള്ള, ദൈവഹിതത്തോട് ചേർത്ത് ജീവിക്കുവാനുള്ള വലിയ വിളിയിലേക്ക് വഴി നടത്തേണ്ടവരാണ് മാതാപിതാക്കൾ. ബാല്യം മുതലുള്ള വിശുദ്ധിയുടെ ഫലമാണ് ദൈവഹിതം സമ്മാനിക്കാനുള്ള കാരണം പരിശുദ്ധ അമ്മയ്ക്ക്. ബാല്യം മുതൽ പരിശുദ്ധ അമ്മ വിശുദ്ധിയോടെ ജീവിച്ചതാണ് ദൈവഹിതത്തിന് ആമേൻ പറയാനായിട്ട് അമ്മയെ വളർത്തി വലുതാക്കിയത്. കൃപയുടെ വിളനിലങ്ങളിലേ കൃപ വളരുകയുള്ളൂ, കൃപയുടെ വിളനിലങ്ങളിലേ കൃപ പുഷ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവകൃപ എന്നും ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കിടയാവട്ടെ. പ്രസാദവരം നഷ്ടപ്പെടാതെ ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.